നമ്മൾ കാണാൻ കഴിയുന്നത്. എന്നാൽ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പ്രവർത്തന ബോധയിലേക്ക് വീണ്ടും ഇറങ്ങി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൻ്റെ ദീൻ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന നിയ്യത്തോടുകൂടെ ഇറങ്ങിയതാണ്. അതിൻ്റെ മുന്നിൽ എന്ത് ത്യാഗം സഹിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്നദ്ധമാണ്. പിന്നീട് അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിച്ചു, അപമാനിച്ചു, കൂക്കു വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അബൂ ത്വാലിബിൻ്റെ അടുത്ത് വന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പലതും പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വല്ലാത്ത ആത്മധൈര്യവും ദീനിനോടുള്ള വല്ലാത്ത ആവേശവും കാണിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂ ത്വാലിബ് തൻ്റെ പ്രവർത്തന ഗോതയിലേക്ക് എല്ലാവിധ പിന്തുണയും നൽകുകയാണ്. മറ്റൊരിക്കലൊരു സംഭവം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഴിയോരങ്ങളിൽ വെച്ച് കൂക്കു വിളിക്കുന്നു, അപമാനിക്കുന്നു, പരിഹസിക്കുന്നു. എന്നാൽ പരിഹാസം കൊണ്ടൊന്നും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിൻ്റെ പ്രവർത്തനങ്ങളൊന്നും നിർത്തിവെക്കുന്നില്ല. കൂക്ക് വിളിച്ചു, നിർത്തിവെച്ചില്ല. അപമാനിച്ചു, നിർത്തിവെച്ചില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ കഅബാലയം തവാഫ് ചെയ്യുകയാണ്. തവാഫ് ചെയ്യുമ്പോൾ ഗോത്രത്തലവന്മാർ ഒരുമിച്ചിങ്ങനെ ഒരു ഭാഗത്തിരിക്കുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നുണ്ടെന്ന് കരുതി അവർ അവിടെ തന്നെ നിലം ഉറപ്പിച്ചു. പിന്നീട് പരിഹാസമാണ്, ശബ്ദമുയർത്തി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചങ്ങോട്ട് പ്രതികരിച്ചില്ല. തവാഫിൽ തുടരുകയാണ്. അസ്വദ് ബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ അസദ്, അസ്വദ് ബിൻ യഗൂസ്, വലീദ് ബിൻ മുഗീറ, ആസ് ബിൻ വാഇൽ, ഹാരിസ് ബിൻ ത്വല, അബൂ ജഹൽ, ഉമയ്യത്ത് ബിൻ ഖലഫ്, നദർ ബിൻ ഹാരിസ്, അഖ്നസ് ബിൻ ശരീഖ്, ഉബയ്യ് ബിൻ ഖലഫ്, ഇവരൊക്കെ ഗോത്ര തലവന്മാരാണ്. ഇവരാണ് ആ ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിക്കുന്ന ദുഷ്ടന്മാർ. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനം നിർത്തിവെച്ചില്ല. എന്നിട്ട് അവർ പറയാൻ തുടങ്ങി, ഇപ്പോൾ ഒരു പുതിയൊരു നബി വന്നിട്ടുണ്ട്. നബിയാണെങ്കിൽ ഭക്ഷണം കഴിക്കൂല, അങ്ങാടിയിലൂടെ നടക്കൂല. ഇത് കണ്ടില്ല, അങ്ങാടിയിലൂടെ നടക്കുകയാണ്, ഭക്ഷണം കഴിക്കുകയാണ്, പലതും പറയാം. ഇവരെ വിചാരം ഭക്ഷണം കഴിക്കാതെ കാറ്റടിച്ച് നടക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പലതും സഹിച്ചു. അപ്പോഴാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നബി തങ്ങൾ സാധാരണക്കാരനാണ്, അങ്ങനെ പലതും പറഞ്ഞു നോക്കി. കാരണം സാധാരണക്കാരൻ്റെ അടയാളം എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് അവർ പറയുന്നത്, അങ്ങാടിയിലൂടെ നടക്കുന്നതാണ് പറയുന്നത്. നബി ആരാണെന്നും റസൂൽ ആരാണെന്നും ആ രൂപത്തിലൊന്നും ഒരു വിവരവും ഇല്ലാത്തവർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാധാരണക്കാരനാക്കി അവിടത്തെ പരിഹസിച്ചു, കൂക്ക് വിളിച്ചു. അപ്പോഴാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. ഖുൽ അത്തീഉല്ലാഹ വഅത്തീഉർ റസൂൽ. ഓ നബിയേ, തങ്ങൾ പറയണം, അത്തീഉല്ലാഹ വഅത്തീഉർ റസൂല, നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കുകയും. ഫഇൻ തവല്ലൂ, ഇനി നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ ഫഇന്നമാ അലൈഹി മാ ഹുമ്മില വഅലൈക്കും മാ ഹുമ്മിൽതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിച്ച ബാധ്യത മാത്രമേ തങ്ങൾക്കുള്ളൂ. വഅലൈക്കും മാ ഹുമ്മിൽതും, നിങ്ങളുടെ ബാധ്യത നിറവേറ്റേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ റസൂലിനെ അനുസരിക്കുകയാണെങ്കിൽ
തഹ്തദൂ, നിങ്ങൾക്ക് സന്മാർഗം ലഭിക്കുന്നതാണ്. വമാ അല റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്ദേശങ്ങൾ കൃത്യമായി എത്തിച്ചു കൊടുക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുമതല. അല്ലാതെ നിങ്ങൾക്ക് വിഷയങ്ങൾ പറഞ്ഞു തരും, സ്വീകരിക്കേണ്ടത് നിങ്ങളാണ്. സൂറത്തുൻ നൂറിലെ 54-ാമത്തെ വചനം ഇറങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധന പ്രവർത്തനവുമായി മുന്നോട്ട് നീങ്ങുകയാണ്. ചിന്തിക്കുന്ന ഹൃദയങ്ങളിൽ ശത്രുക്കൾ പറഞ്ഞു വരുത്തുന്ന പ്രചരണങ്ങളോ പരിഹാസങ്ങളോ ഒന്നും സ്വാധീനം ചെലുത്തുന്നില്ല. പിന്നീട് ഒരു കുതന്ത്രം മെനയുകയാണ്. കുതന്ത്രം എന്താണ്? അവരുടെ അനുഷ്ഠാന ആചാര കർമ്മങ്ങൾ ഒന്ന് നിർത്തിവെക്കുക. എന്നിട്ട് മുഹമ്മദിനെ എങ്ങനെങ്കിലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തിരിപ്പിച്ചാലോ. എന്നിട്ട് അവരിൽ ചിലർ പറഞ്ഞു, ഓ മുഹമ്മദേ, നീ ഞങ്ങളുടെ ദൈവങ്ങൾക്ക് ഒരു വർഷം നീ ഒന്ന് ആരാധിക്കുക, നിന്റെ ദൈവത്തിന് ഒരു വർഷം ഞങ്ങളും ആരാധിക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യം തന്നെ ശുദ്ധ ഇസ്ലാമിന് അല്ലാഹുവിൽ ശിർക്ക് വെക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാപമാണ്, വൻ പാപങ്ങളിൽ പെട്ടതാണ്. പിന്നെ അവരെ ദൈവത്തിന് ഒരു വർഷം തങ്ങൾ ആരാധിക്കുക പോലെ നമ്മുടെ ദൈവത്തിനെയും ആരാധിക്കുക എന്നൊരു വിഷയം മുന്നോട്ട് വെച്ചു. എന്തിനത് വെക്കുന്നത്? എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് പിന്തിരിഞ്ഞാലോ എന്ന് കരുതിയിട്ടാണ് ഈ കുതന്ത്രം പ്രയോഗിക്കുന്നത്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കാഫിറൂൻ ഇറക്കുന്നത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നബിയെ തങ്ങൾ പറയണം, യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ സത്യ നിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിച്ചു വരുന്ന അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നവരല്ല. വലാ അന ആബിദും മാ അബദ്തും, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കാൻ പോകുന്നവനല്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിച്ചു വരുന്ന എൻ്റെ ഇലാഹായ അല്ലാഹുവിനെ നിങ്ങളും ആരാധിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ലക്കും ദീനുകും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. അത് തങ്ങൾ പറയണേ എന്ന് അല്ലാഹു സൂറത്തുൽ കാഫിറൂനിലൂടെ അറിയിക്കുകയാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ കാഫിറൂനക്ക് ഒരുപാട് മഹത്വമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ കാഫിറൂന ഫകഅന്നമാ ഖറഅ റുബുഅൽ ഖുർആൻ, വല്ലവനും സൂറത്തുൽ കാഫിറൂന പാരായണം ചെയ്താൽ അവന് ഖുർആനിലെ 1/4 റുബുൽ ഖുർആൻ 1/4 ഓതിയവനെ പോലെയായി. മറദത്ത് എന്ന് പറഞ്ഞാൽ കച്ചറയുണ്ടാകുന്ന, അത്തരം വോട്ട് കാണിക്കുന്ന കച്ചറയുണ്ടാക്കുന്ന പിശാചുക്കൾ അവരിൽ നിന്ന് മാറി നിൽക്കും. ശിർക്കിൽ നിന്ന് അവൻ മുക്തനാകും. വലിയ ഭയത്തിൽ നിന്ന് അവൻ മോചനം ലഭിക്കുന്നതാണെന്ന് അബൂ സുഊദ് 7-ാം വാള്യം 62-ാമത്തെ പേജിൽ പറയുകയാണ്. അപ്പൊ ഇത് പതിവാക്കിയാൽ വലിയ ആപത്തിനെ തടയുന്നതും അതുപോലെ തന്നെ വലിയ സൗഭാഗ്യങ്ങൾ ലഭിക്കുമെന്നും ഖുർആനിന്റെ 1/4 ഓതിയവന്റെ കൂലി ലഭിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ സുബ്ഹി നിസ്കരിച്ചു. സുബ്ഹി നിസ്കാരത്തിന്റെ മുൻപ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ആ സുന്നത്ത് നിസ്കാരത്തിൽ 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം നശ്റഹു സൂറത്തുൽ കാഫിറൂൻ, 2-ാമത്തെ റക്അത്തിൽ അലം തറ കൈഫയും സൂറത്തുൽ ഇഖ്ലാസും ഓതൽ പ്രത്യേകം പുണ്യമാക്കിയിട്ടുണ്ട്. അത് നമ്മൾ പതിവായി
എപ്പോൾ സുബിഹി നിസ്കരിക്കുന്നത്, സുബിഹിയുടെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുമ്പോഴും അത് നമ്മൾ പതിവാക്കണം. അതിനൊരുപാട് നേട്ടങ്ങൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന്, ബാസൂർ എന്ന് പറയുന്ന രോഗം അവനിക്കുണ്ടാവൂല. അതുപോലെ തന്നെ മറവി ഉണ്ടാകൂല, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടും, ഭയാനകതയിൽ നിന്ന്, ഭീതിപ്പെടുത്തുന്ന സംഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ അതിലുണ്ട്. അല്ലാഹു അത് പതിവാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ടാണല്ലോ സൂറത്തുൽ കാഫിറൂന നമ്മൾ പെട്ടെന്നൊരു സുന്നത്ത് നിസ്കരിക്കുക, ആ സുന്നത്ത് നിസ്കാരങ്ങളിൽ പ്രത്യേകമായിട്ട് വാരിതായിട്ടൊന്നും വന്നിട്ടില്ല എങ്കിൽ അവിടെ ഏതാണ് ഫാത്തിഹയ്ക്ക് ശേഷം അവൻ സൂറത്ത് ഓതേണ്ടത്? 1ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂന, 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്, അങ്ങനെയാണ് ഓതേണ്ടത്. അപ്പൊ നമ്മളൊരു എപ്പോൾ നിസ്കരിക്കുമ്പോഴും ഒരു സൂറത്ത് ഓതണം എന്ന് കരുതുകയാണെങ്കിൽ അങ്ങനെ ഓതാവുന്നതാണ്. ഇനി അതും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ഖുൽ ഹുവല്ലാഹു സൂറത്തെങ്കിലും ഓതണം എന്നും പറഞ്ഞവരുണ്ട്. ഇരിക്കട്ടെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ വാചകം എന്താണ്? മുഹമ്മദേ, 1 വർഷം ഞങ്ങളെ ദൈവത്തെ നീ ആരാധിക്കാം, 1 വർഷം നിന്റെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കാം എന്ന് പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. അതും അവർക്ക് ഫലിച്ചില്ല, ആ കുതന്ത്രവും പാടിപ്പോയി. പിന്നീട് പ്രലോഭനങ്ങളിലൂടെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ. ഉത്ബത്ത് ബിൻ റബീഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചിട്ട് പറയുന്ന വാചകങ്ങളുണ്ട്. മുഹമ്മദേ, നിങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ട്, നീ ഉന്നത തറവാട്ടിൽ പിറന്നവനാണ്, എന്ത് ലക്ഷ്യം വെച്ചാണോ നീ ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കിയത് അത് നിനക്ക് ഞാൻ തരാം. പക്ഷേ ഒരേ ഒരു നിബന്ധന, നീ ഈ പ്രസ്ഥാനം വിട്ടൊന്ന് മാറി നിൽക്കണം. നിനക്ക് സമ്പത്ത് വേണോ? സമ്പത്ത് തരാം. നിനക്ക് വലിയ സ്ഥാനം വേണോ? സ്ഥാനം തരാം. അധികാരം വേണോ? അധികാരം തരാം. ശറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, എൻ്റെ ലക്ഷ്യം നിങ്ങളുടെ അധികാരമല്ല, എൻ്റെ ലക്ഷ്യം പണമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പണമാണ് ലക്ഷ്യമെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഉഹുദ് മല വരെ പൊന്നാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ പോലും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് സമ്മതിച്ചിട്ടില്ല. നബി തങ്ങളുടെ ലക്ഷ്യം പണം ഉണ്ടാക്കലല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലക്ഷ്യം സ്ഥാനം ഉണ്ടാക്കലല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലക്ഷ്യം അധികാരം ഉണ്ടാക്കലല്ല, മറിച്ച് ഈ ദീനിനെ, അല്ലാഹുവിന്റെ വിശുദ്ധ ഇസ്ലാമിനെ പോറ്റി വളർത്തുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊരു ലക്ഷ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കില്ല. അങ്ങനെ ഒന്നും ഫലിക്കാതെ വന്നപ്പോൾ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അനുയായികൾക്കും നേരെ ശക്തമായ മർദ്ദനങ്ങളും പീഡനങ്ങളും അയച്ചു വിടുകയാണ്. അപ്പൊ ഇസ്ലാമിന്റെ പ്രവർത്തന ഗോതയിൽ പ്രവർത്തിക്കുമ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിഹാസങ്ങൾ കേൾക്കുമ്പോ, ചെറിയ അക്രമങ്ങൾ കിട്ടുമ്പോ ഒരിക്കലും ദീനിൽ നിന്ന് പിന്മാറരുത്. ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ത്യാഗങ്ങൾ എത്രയാണ്, അവിടെ നിന്ന് സഹിച്ച സഹനങ്ങൾ എത്രയാണ്. ഒരൊറ്റ സംഭവം നമുക്ക് ഓരോരുത്തരും സഹിച്ചത് നമുക്കൊന്ന് സ്മരിക്കാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ സമീപത്ത് സുജൂദ് ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് എന്ന് പറയുന്ന ദുഷ്ടൻ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലാണ്. ആ സുജൂദിൽ കിടക്കുന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട പീരടിയിൽ വന്നിട്ട് ഒരൊറ്റ ചവിട്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സഹിക്കുകയാണ്. ശത്രുക്കൾ വീണ്ടും വന്നു, ചവിട്ടിയത് കൊണ്ട് നിർത്തിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈത്തങ്ങ് പിടിച്ച് ഞെരിക്കുകയാണ്. അപ്പോഴാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് അവരെ പിടിച്ചങ്ങ് മാറ്റുന്നുണ്ട്. പിടിച്ചു മാറ്റിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് വല്ലാതെ വേദനിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്,
فجذبوا رأسه ولحيته صلى الله عليه وسلم حتى سقط أكثر شعره. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടി പിടിച്ചിട്ട് അതുപോലെ തന്നെ മുടി പിടിച്ചു വലിക്കുന്നുണ്ട്, താടി പിടിച്ചു വലിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹത്താ സഖത അക്സറു ശഅരിഹി, അവിടുത്തെ മുടിയും താടിയും പിടിച്ചു വലിച്ചതിന്റെ ആഘാതത്താൽ കൂടുതൽ മുടികൾ പറഞ്ഞു വീണു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ തടഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അത്തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബിയല്ലാഹ്. ഈ ഒരു വ്യക്തി നിങ്ങളെ ദൈവത്തെ പരിഹസിച്ചിട്ടില്ല, നിങ്ങളെ ഒന്നും പറഞ്ഞിട്ടില്ല. റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്, ഇതല്ലാതെ എന്റെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആ തങ്ങൾ അതിന്റെ പേരിലാണോ നിങ്ങൾ കൊല്ലുന്നത് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നേ വരെ ദീനിന്റെ പേരിൽ നമ്മൾ പ്രവർത്തിച്ചിട്ട് നമ്മുടെ ഒരു താടിയും ആരും പിടിച്ച് വലിച്ചിട്ടില്ലല്ലോ, ഒരു മുടിയും ആരും പിടിച്ച് വലിച്ച് പറഞ്ഞു വീണിട്ടില്ലല്ലോ, പിരടിയിലേക്ക് ചവിട്ടിയിട്ടില്ലല്ലോ, കഴുത്ത് വിധിച്ച് ഞെരുക്കിയിട്ടില്ലല്ലോ. ആ തങ്ങൾ സഹിച്ച സഹനങ്ങൾ എത്രയാണ്. ഇനി നമുക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് കടക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുരുഷന്മാരിൽ വെച്ച് ആദ്യം ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. അവിടെ നിന്ന് ദീനീ പ്രവർത്തന രംഗത്തേക്ക് ഒരുപാട് വ്യക്തിത്വങ്ങളെ കടത്തിയ ആളാണ്. അങ്ങനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. അപ്പോഴാണ് ഉത്ബത്ത് ബിൻ റബീഅ എന്ന് പറയുന്ന ദുഷ്ടൻ അതാ വരുന്നത് എങ്ങനെയാണ്? ആണി തറച്ച ചെരുപ്പുമായിട്ടാണ് അവൻ വരുന്നത്. ആ ആണി തറച്ച ചെരുപ്പുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിങ്ങനെ വരികയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദീനീ പ്രബോധനവുമായി പ്രസംഗിക്കുകയാണ്. അപ്പോഴാണ് ഈ ആണി തറച്ച ചെരുപ്പ് കൊണ്ട് ഒരൊറ്റടിയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് അടിച്ചു, ആഞ്ഞടിച്ചു. മാത്രമല്ല ആ ആഘാതത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണു. അവിടുത്തെ വയറ്റത്ത് ചവിട്ടുകയാണ്. അങ്ങനെ മൂക്ക് നോക്കുമ്പോ മൂക്ക് തിരിയാത്ത രൂപത്തിലായിട്ടുണ്ട്. അപ്പോഴാണ് കുടുംബക്കാരായ ബനൂ തൈം ഗോത്രക്കാർ വന്നിട്ട് ഒരു വസ്ത്രത്തിലേക്ക് മാറ്റിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോരയില ആ വസ്ത്രവും എടുത്തതാ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വലാ യശുക്കൂന ഫീ മൗതിഹി, ശത്രുക്കൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിച്ചു എന്ന് വരെ കരുതിയിട്ടാണ് അവർ അവിടെ നിന്ന് പോയത്. ആ രൂപത്തിൽ അവശനാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? ദീനിനു വേണ്ടി പ്രവർത്തിച്ചപ്പോൾ. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കൊണ്ടുപോയി വെള്ളം കൊടുത്തു, അല്പം സമാധാനിപ്പിച്ചു. അപ്പൊ ഇങ്ങനെ കണ്ണ് തുറക്കാൻ തുടങ്ങി. കണ്ണിങ്ങനെ തുറന്നു, ബോധം വരാൻ തുടങ്ങി. ആ ബോധം വന്നപ്പോഴും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് മുഅ്മിനീങ്ങളെ നമ്മളും സ്വഹാബത്തും തമ്മിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള ഇഷ്ക്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണിങ്ങനെ തുറന്നപ്പോ മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ചോദിക്കുകയാണ്. എന്റെ മൂക്ക് ചതഞ്ഞത് എനിക്ക് പ്രശ്നമല്ല, എന്നെ ചവിട്ടിയത് എനിക്ക് പ്രശ്നമല്ല, എന്റെ ഹബീബിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? അപ്പോഴാണ് മാതാവ് ഉമ്മുൽ ഖൈർ, മാതാവ് പറയാണ്, മാലി ഇൽമുൻ ബിസ്വാഹിബിക, അബൂബക്കറെ നിന്റെ കൂട്ടുകാരൻ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ലല്ലോ, ഞാനൊന്ന് ഖത്താബിന്റെ മകളെ അടുത്തേക്കൊന്ന് പോയി നോക്കട്ടെ. അങ്ങനെയതാ ഇലാ ഉമ്മി ജമീൽ ബിൻതിൽ ഖത്താബി, ഖത്താബിന്റെ മകളായ ഉമ്മു ജമീലിന്റെ അടുത്തേക്ക് പോവുക. അബൂലഹബിന്റെ ഭാര്യന്റെ പേര് ഉമ്മു ജമീലാണ്, പക്ഷേ ഖത്താബിന്റെ മകൾ മുസ്ലിമായിട്ടുണ്ട്, അവളുടെ പേരും ഉമ്മു ജമീലാണ്. അങ്ങനെ ഖത്താബിന്റെ മകളുടെ അടുത്തേക്ക് പോയി ചോദിച്ചു. ആര്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ചോദിക്കുകയാണ്, അല്ലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വല്ലതും അറിയോ? അന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വിശ്വസിച്ചിട്ടില്ല. അപ്പൊ ഒരു പേടിയുണ്ട്. ഖത്താബിന്റെ മകളെ വിശ്വസിച്ചിട്ടുമുണ്ട്, ഒരു പേടിയുണ്ട്, ഞാൻ എങ്ങനെ പറയാം
എന്ന് കരുതിയിട്ട് മറച്ചു വെക്കുന്ന രൂപത്തിൽ പറഞ്ഞു, മാ ആരിഫു അബൂബക്കർ വലാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കോ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോ ഉമ്മയോട് ചോദിക്കുകയാണ്, അല്ല മോന്റെ കാര്യം എന്താണ്? അപ്പോ ഉമ്മ പറഞ്ഞു, മകൻ വീട്ടിലുണ്ട്, വേണമെങ്കിൽ മകനെ കാണാൻ വരാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ കൂടെ ഖത്താബിന്റെ മകൾ ഉമ്മു ജമീൽ വരികയാണ്. അങ്ങനെ ഉമ്മയുടെ കൂടെ വന്നു. വീട്ടിലേക്ക് എത്തി നോക്കിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം വളരെ ദയനീയമാണ്, വല്ലാത്ത വിഷമത്തിലാണ്. അങ്ങനെ ഉമ്മു ജമീൽ ഇത് കണ്ടപ്പോ സുബ്ഹാനല്ലാഹ് അവിടെ നിന്ന് ബേജാറായിക്കൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്. അവര് പറഞ്ഞു, ഈ പണി ചെയ്തവർ ധിക്കാരികളാണ്, തമ്മാടികളാണ്, അതിനുള്ള പ്രതിഫലം അല്ലാഹു അവർക്ക് കൊടുക്കും തങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട സിദ്ദീഖേ. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമ്മു ജമീലിനോട് വീണ്ടും ചോദിക്കുകയാണ്, ഫമാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അപ്പം മെല്ലെ ചോദിക്കുന്നുണ്ട് ഉമ്മു ജമീൽ, നിങ്ങളുടെ ഉമ്മ ഹാദിഹി ഉമ്മുക തസ്മഉ, നിങ്ങളുടെ ഉമ്മ ഞാൻ പറയുന്നത് കേൾക്കൂലേ? അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഫലാ ശൈഉൻ അലൈക മിൻഹാ, ഓ ഉമ്മു ജമീലേ, ഇല്ല, എൻ്റെ ഉമ്മ നിങ്ങളെ ഒന്നും ചെയ്യില്ല, അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് എൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യമൊന്നും എനിക്ക് പറഞ്ഞു തരണം, എനിക്കത് കേൾക്കാനിട്ട് വല്ലാത്ത സങ്കടമുണ്ട്. അപ്പോഴാണ് ഉമ്മു ജമീൽ പറയുന്നത്, ഖത്താബിന്റെ മകൾ ഉമ്മു ജമീലാണ്, സാലിമുൻ സ്വാലിഹുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരു കുഴപ്പവും ഇല്ല. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണുള്ളത്? അപ്പോഴാണ് മറുപടി, അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലുണ്ട്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ, എനിക്ക് നബി തങ്ങളുടെ സമീപത്തേക്ക് എത്തണം, എനിക്ക് നബി തങ്ങളെ കാണാതെ എനിക്ക് ഒന്നും കഴിയൂല, അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് എത്തിക്കണം. ഫഇന്ന ലില്ലാഹി അലയ്യ അൻ ലാ അദൂഖ തുആമ വലാ അശ്റബു ശറാബ. ولا أشرب شرابا أو أوتي رسول الله صلى الله عليه وسلم. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് വരെ ഇനി മുതൽ ഞാൻ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല, അല്ലാഹുവിന് വേണ്ടി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജനങ്ങളെല്ലാം അടങ്ങി, ശത്രുക്കളൊക്കെ ഒരു മൂലയിലേക്ക് അടങ്ങി എന്ന് കണ്ടപ്പോ അതാ അവര് രണ്ടുപേരും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ താങ്ങിയെടുക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ അന്ന് വിശ്വസിച്ചിട്ടില്ല. ഉമ്മു ജമീലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയും കൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മെല്ലെ മെല്ലെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോയ ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വല്ലാത്ത ബന്ധമാണല്ലോ, വലിയ കൂട്ടുകാരാണല്ലോ. അതേ, എപ്പോഴും നബി തങ്ങളെ കാണണമെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എപ്പോഴും സിദ്ദീഖിനെ ഒന്ന് കാണണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ചിന്തിക്കുന്ന അത്രയും നല്ല ബന്ധമായിരുന്നു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കെട്ടിപ്പിടിച്ച് ചുംബനം നടത്തുന്നു. ഓ സിദ്ദീഖേ റളിയല്ലാഹു അൻഹു, നിങ്ങൾ ദീനിനു വേണ്ടി പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോയല്ലേ അങ്ങയുടെ മുഖിന് അടി കിട്ടിയത്, ഇത്രയും സഹിച്ചത്? അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. അത് സ്വഹാബികളുടെ ഒരു ശൈലിയാണ്.
തങ്ങൾ എപ്പോ പറയുമ്പോഴും അവിടെ നിന്ന് എന്തെങ്കിലും സംവദിക്കുമ്പോൾ ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാഹ്, അങ്ങേക്ക് എൻ്റെ ഉമ്മയും ഉപ്പയും ദണ്ഡമാണ്, എല്ലാം സമർപ്പിക്കുന്നു, എനിക്ക് അങ്ങേക്കാൾ മുകളിൽ വേറെ ആരുമില്ല എന്നർത്ഥം കുറിക്കുന്ന ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാഹ് എന്നാദ്യം പറഞ്ഞിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഹാദിഹി ഉമ്മി ബിർറത്തുൻ ബിവലദിഹാ, ഓ നബിയേ, ഇത് എൻ്റെ ഉമ്മയാണ്, ആ തമ്മാടി എൻ്റെ മുഖത്തടിച്ചതേ അതൊന്നും എനിക്കൊരു പ്രശ്നമേ ഇല്ല, ഇത് എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉമ്മ എനിക്ക് ഒരുപാട് സഹായം ചെയ്ത ഉമ്മയാണ്, ആ ഉമ്മക്ക് വേണ്ടി തങ്ങളൊന്ന് ദുആ ചെയ്യണം, ആ ഉമ്മ ഒന്ന് ഈ വഴിയിലേക്ക് കടന്നു കിട്ടാൻ വേണ്ടി തങ്ങളൊന്ന് ദുആ ചെയ്യണം. നോക്കൂ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ സ്വീകരിക്കുമെന്നും ആ ഉമ്മ ദീനി വഴിയിലേക്ക് കടന്നു വരണമെന്നുള്ള വല്ലാത്ത ചിന്ത കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഫദ്ഉഹാ ഇലല്ലാഹ്, ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്തു. അപ്പോഴാണ് ആ ദുആ ഉടനെ തന്നെ അല്ലാഹു കബൂലാക്കുകയാണ്. ആ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറയുന്നുണ്ട്, നബിയേ അന്ത മുബാറക്, തങ്ങൾ വല്ലാത്ത ബറക്കത്താക്കപ്പെട്ട ശരീരമാണ്, അങ്ങയുടെ കരം ബറക്കത്താക്കപ്പെട്ടതാണ്, അങ്ങയുടെ നാക്ക് ബറക്കത്താക്കപ്പെട്ടതാണ്. അങ്ങ് കരം ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് പറഞ്ഞാൽ യാ റബ്ബ് തട്ടൂല നബിയേ, അങ്ങനെ തങ്ങൾ ദുആ ചെയ്താൽ അസല്ലാഹു അൻ യസ്തൻഖിദഹാ ബിക മിനന്നാർ, അങ്ങയുടെ ദുആ കാരണം എൻ്റെ ഉമ്മ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ, തങ്ങളൊന്ന് ദുആ ചെയ്യണം. ഉടനെ തന്നെ ദുആ ചെയ്തു. അല്ലാഹു അത് സ്വീകരിച്ചു. ഉടനെ തന്നെ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വെച്ച് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ അവിടെ വെച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന കലിമ ഉച്ചരിച്ച് വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുകയാണ്. അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദീൻ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. നല്ല ഇഷ്കോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ മഹബത്ത് വെച്ച് അവസാനം അവിടുത്തെ മുഖമൊന്ന് കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് യാ അക്രമ ബൈത്ത് ചൊല്ലണം. എല്ലാവരും അടുത്തോട്ട് പോകുന്നു. വളരെ ഭക്തിയോടുകൂടെ നമുക്ക് യാ അക്രമ ബൈത്ത് ചൊല്ലണം. يا أكرم الخلق ما لمن ألوذ به سواك عند العلوم للحديث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بي إذا الكريم تجلى باسم المتقين مولاي صل وسلم دائما أبدا على حبيبك خير كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك
الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم قلت بعبدك في دارين إن له صبرا متى تدعوه الأهوال ينهزمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأذن لصحب صلاة منك دائمتي على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين له أهل التقى والنقاء والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير مرنت عذبات الماني ريح صبا وأطرب العيس حد العيس بالنغم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير
الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على